ഹലോ ഹായ്. ഇന്ന് നമ്മുടെ വീഡിയോ ജബോട്ടിക്കാബയുടെ ഒരു വീഡിയോ ആണ്. നമ്മുടെ ബ്രസീലിയൻ ഫ്രൂട്ട്സായ മരമുന്തിരിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ സെറ്റ് ചെയ്ത ഒരു മദർ പ്ലാന്റ് ആണ്. ഇതൊരു ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതൽ പ്രായമായ ഒരു നമ്മുടെ റെഡ് ഹൈബ്രിഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, നിറയെ കായ്ച്ചിട്ട് കാണുന്നില്ല. ഇതാ ഇതിൻ്റെ മുകളിലൊക്കെ കമ്പ് ഇതുപോലെ ഇതിലും കൂടുതലായിട്ട് നമ്മുടെ ഈ തിങ്ങി നിറഞ്ഞിട്ട് തന്നെ കായ്ക്കും. ഇത് കണ്ടാൽ നിങ്ങൾ പൂവ് കണ്ട, ഇതാ ഇങ്ങോട്ട് അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഇതിലൊക്കെ പൂക്കൾ അടുത്തടുത്ത് പിടിച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. നമുക്കിത് പൂവുണ്ടായി ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ പഴങ്ങൾ ലഭിക്കും. നമുക്കൊരു ഓൾ സീസണാണ്, ഏകദേശം ഒരു വർഷത്തിൽ ഒരു 10 മാസവും നമുക്കിതിൻ്റെ പഴങ്ങൾ കിട്ടും. കൂടുതലായിട്ട് നമ്മുടെ ഈ കർക്കിടക മാസങ്ങളിൽ പോലെ അടച്ചൽ മഴയുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്കിതിൻ്റെ കായ്കൾ കായ്ക്കാത്തേയുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും ഇത് ഒരു വിളവെടുത്ത്, ഇപ്പം ഇത് കംപ്ലീറ്റ് പാകമായി ഇത് വിളവെടുത്തതിന് ശേഷം ആദ്യം പൂവുണ്ടാവും, ആദ്യം കായുണ്ടാവും. നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടുതലായിട്ട് പരിചരണം വേണ്ടാത്തൊരു പഴച്ചെടി തന്നെയാണ് നമ്മുടെ ഈ ജബോട്ടിക്കാപ്പ. നമുക്ക് ഇതുപോലെ കുറച്ച് മണ്ണിളക്കി അതുപോലെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും ഉണ്ടാക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മാസത്തിൽ ഒരു തവണ നമ്മൾ കുറച്ച് രാസവളം, 1 ടീസ്പൂണെങ്കിലും രാസവളം അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും ഉണ്ടാക്കും ഇട്ട് കൊടുത്ത് ഒരു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ രാസവളം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി രാസവളം ചുവട്ടിലിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പോളിയാർ സ്പ്രേ ആയിട്ട് ഇലകളിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം തോതിൽ 19 നമ്മുടെ ഇലകളിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എങ്കിൽ ഇതുപോലെ നമ്മുടെ 10 മാസവും നമുക്ക് ഇതുപോലെ പഴങ്ങൾ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. 250 രൂപ മുതൽ നമ്മുടെ ഇതിൻ്റെ തൈകൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് കൊറിയറായിട്ടും അയക്കുന്നതാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ ഇതാണ് നമ്മുടെ ജബോട്ടിക്കാബയുടെ തൈ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള തൈകളാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ജബോട്ടിക്കാബയുടെ റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷി, എസ്കാർലറ്റിൻ്റെ ഒക്കെ തൈകളാണ്. ഇഷ്ടംപോലെ തൈകളുണ്ട് ജബോട്ടിക്കാബയുടെ. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തൈകളാണ്. ഇതിപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ തൈകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ 1 വർഷം പ്രായമായ തൈകളാണ്. അതുപോലെ കുറച്ച് വലിയ തൈകളുണ്ട്, ചട്ടിയിലുള്ള തൈകളുണ്ട്. ചട്ടിയിലുള്ള തൈകൾ നമുക്ക് കൊറിയർ കൊടുത്തേക്കാൻ പറ്റില്ല, അത് നിങ്ങൾ ഇവിടെ തന്നെ വന്നിട്ട് വാങ്ങിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് ഈ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്നത് ഇത് വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷി, എസ്കാർലറ്റിൻ്റെ ഒക്കെ നമുക്കൊരു 2.5 വർഷം കൊണ്ട് തന്നെ ഇത് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങുന്നതാണ്. ഇതിനൊരു ചട്ടി മതി, നമുക്കൊരു 16 ഇഞ്ച് 18 ഇഞ്ച് ചട്ടി ആയാലും മതി, അല്ലെങ്കിൽ ഒരു 50 ലിറ്ററിൻ്റെ ഡ്രമ്മായാലും നമുക്കിത് വീട്ടിൻ്റെ മുറ്റത്ത് സ്ഥലമില്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലായാലും വീട്ടിൻ്റെ മുറ്റത്തായാലും സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നൊരു സ്ഥലത്തായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു പഴം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതെൻ്റെ ചാനലിൽ ഒരുപാട് ഇതിൻ്റെ റിവ്യൂ കാണിച്ചതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഇത് നോക്കാം. ഇതാണ് നമ്മുടെ റെഡ് ഹൈബ്രിഡാണ് ഈ കാണുന്നത്. ഇതിലും വലിപ്പം വെക്കും ചില സമയങ്ങളിൽ, ഇതിനും കുറച്ചും കൂടെ വലുപ്പം ഉണ്ടാവും പഴത്തിന്. അപ്പോൾ ഈയിടെ ഞാൻ ഇതിൻ്റെ വിളവെടുത്തതാണ്, ബാക്കിയുള്ള പഴങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഇത് നമുക്ക് നോക്കാം. ഇതാ ഇതിൻ്റെ ഫ്ലഷ് കണ്ടില്ല, ഇതാ നമ്മുടെ സാധാരണ ഒരു റോസ് മുന്തിരി പോലുള്ളൊരു മധുരമുള്ളൊരു പഴച്ചെടി തന്നെയാണ്. കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ ഈ തടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടാണ് ഇത് ഉണ്ടാകുക. നമുക്കൊരു വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പഴച്ചെടി തന്നെയാണ് നമ്മുടെ ഈ ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ ഈ മരമുന്തിരി. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.